രാഹുൽ, ഗുഡ് മോർണിംഗ്. പത്തനംതിട്ടയിൽ നിന്നാണ് ആദ്യം ശബ്ദം ഉയർന്നു തുടങ്ങിയത്. അതായത് പ്രതിപക്ഷ നേതാവ് ആ സ്ഥാനത്ത് നിന്ന് പിണറായി വിജയനെ മാറ്റണം എന്നുള്ളൊരു ആവശ്യം ഉയരുകയാണ്. ജനവികാരം പരിഗണിക്കണം, ജനവികാരം, ജനങ്ങളുടെ ശബ്ദം, ജനങ്ങളുടെ ആവശ്യം അത് കേൾക്കണം പാർട്ടി എന്ന് പറയുകയാണ്. സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ ഇത്രയും ഒരു വിമർശനം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നു നേതാക്കൾ. അരേ, ഗുഡ് മോർണിംഗ്. എന്തായാലും സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ വലിയ വിമർശനം ഉണ്ടാകുമെന്ന് കരുതിയിട്ടുണ്ട്. കാരണം അത്തരത്തിലാണ് വിഷയത്തെ പാർട്ടി ഇവിടെ കാണുന്നത്. കാരണം ക്ലീൻ സ്വീപ്പ് ആയിരുന്നു. ഇവിടെ മുഴുവൻ സീറ്റുകളും കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നിന്നെങ്കിൽ കോന്നി മാത്രമാണ് ഇത്തവണയുള്ളത്. അതുകൊണ്ട് തന്നെ ഗൗരവത്തിൽ ഈ വിഷയങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതിൽ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കടുത്ത വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. ഒന്ന് പിണറായി വിജയനെതിരെയാണ്, മറ്റൊന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയാൻ കഴിയുക ഈ നേതൃസ്ഥാനത്ത് നിന്ന്, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറി നിൽക്കണം എന്നുള്ളതാണ്. കാരണം ഇളവ് നേടി മത്സരിച്ചത് പാർട്ടിയെ വിജയിപ്പിക്കാനാണ്. അങ്ങനെ വിജയമുണ്ടായി എന്നുള്ള ഘടകം മുന്നിൽ നിൽക്കുന്നു. ആ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. വീണ്ടും നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ അത് എന്തുതരം സന്ദേശമാണ് നൽകുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഈ തീരുമാനം റദ്ദാക്കണം, പിണറായി വിജയൻ സ്വയം മാറി നിൽക്കണം എന്ന തരത്തിലുള്ള വിമർശനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി വരിക. കാരണം ഈ ജനവിധി പാർട്ടിയുടെ നയങ്ങൾക്കെതിരായുള്ള, അല്ലെങ്കിൽ നയങ്ങൾക്കെതിരായി ജനങ്ങൾ, പാർട്ടിക്കാർ ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കുന്നു എന്നുള്ളതുണ്ട്. ഒപ്പം പിണറായിയുടെ നേതൃപാടവത്തെ, അല്ലെങ്കിൽ ആ നേതൃത്വത്തിൽ വരുന്നതിനെ പോലും എതിർക്കുന്ന തരത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഒരു പുതിയ നേതൃത്വം വരണ്ടേ? കാരണം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ പിന്നീട് പാർട്ടിയെ നയിക്കേണ്ട ഒരാളാണ്, തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിലെല്ലാം മുന്നിട്ട് നിൽക്കേണ്ടയാളാണ്. അപ്പോൾ അങ്ങനെ പുതിയ മുഖം വരണ്ടേ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, എം വി ഗോവിന്ദനുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടിയെ ഈ ഘട്ടത്തിൽ രക്ഷിക്കാനല്ല ശ്രമിച്ചത്, പകരം കുടുംബത്തെ രക്ഷിക്കാനാണ് ശ്രമിച്ചത് എന്ന കടുത്ത വിമർശനത്തിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി വരിക. ഒപ്പം വീണ ജോർജ് ഉൾപ്പെടെ പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് യോഗമായിരുന്നു. മന്ത്രിമാരുടെ പ്രവർത്തനവും അത് അപര്യാപ്തമായിരുന്നു, കൃത്യമായ രീതിയിൽ അവർക്ക് മികച്ച രീതിയിൽ മുന്നേറാൻ കഴിഞ്ഞില്ല തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ വിഷയത്തെ ഗൗരവമായി കാണുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. പിണറായി വിജയൻ മാറി നിൽക്കണമെന്ന ആവശ്യം കേരള കോൺഗ്രസ് എമ്മും ഒപ്പം സി പി ഐ യോഗങ്ങളിലുമൊക്കെ അവർ ഉന്നയിച്ച വിഷയമാണ്. എങ്കിലും CPM സംസ്ഥാന കമ്മിറ്റി അംഗീകാരത്തോടുകൂടി PB അംഗമായതുകൊണ്ട് തന്നെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി വരികയാണ്. നിലവിൽ അങ്ങനെ ഘടകകക്ഷികളിൽ മാത്രമല്ല CPM ജില്ലാ ഘടകങ്ങളിലും ഈ വിഷയം ഇങ്ങനെ പുകയുകയാണ്, തിളക്കുകയാണെന്ന് പറയുമ്പോൾ ആ വിഷയത്തിന്റെ ഗൗരവം വലുതാണ്. നിലവിൽ എന്തായാലും ഇന്ന് ജില്ലാ കമ്മിറ്റി ചേരുകയാണ്. ഇന്ന് നാളെയും ജില്ലാ കമ്മിറ്റി ഉണ്ടാകും. അപ്പോൾ അതിൽ കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. എതിർ ശബ്ദങ്ങൾ എന്നുള്ളതല്ല, എതിർ ശബ്ദങ്ങളായല്ല അതിനെ കാണേണ്ടത്. പാർട്ടിയെ തിരുത്താൻ ശ്രമിക്കുന്ന ശബ്ദങ്ങളായി വേണം അതിനെ ഈ ഘട്ടത്തിൽ എന്തായാലും കാണാൻ. രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്.